നല്ല ഗുരുതരമായിട്ട് പരിക്കുണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് തലക്കടിയേറ്റതിൻ്റെ പേരിൽ അവർ 2 തവണ ഛർദ്ദിച്ചു. മറ്റ് പ്രധാനപ്പെട്ട കൗൺസിലർമാർക്കെല്ലാം നല്ല പരിക്കുണ്ട്. വളരെ ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFിൻ്റെ കൗൺസിലർമാരും ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർമാരെയും അകത്ത് കടത്താതിരിക്കാൻ കാലത്ത് മുതൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അങ്ങനെ സമാധാനപരമായി കൗൺസിൽ യോഗത്തെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയ കൗൺസിലർമാർക്കും മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ വെച്ചുപൊറുപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് CPM ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 45 വർഷമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അഴിമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഭയാശങ്കയാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് തിരിയാൻ അവരെ പ്രേരിപ്പിച്ചത്. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ കുറച്ച് ദിവസമായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടത്തി ഇപ്പോൾ അവസാനം അക്രമത്തിലേക്ക് അവർ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുക തന്നെ ചെയ്യും. BJP ഭരണത്തിൽ ഇവിടെ സമാധാനപരമായിട്ട് ജനങ്ങൾക്ക് നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറിയും കോർപ്പറേഷന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈയടക്കിയും 45 വർഷം CPM നടത്തിയ ദുർഭരണത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. നിർഭാഗ്യവശാൽ UDFും അവരോടൊപ്പം ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള UDFിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അംഗങ്ങളും CPMനോടൊപ്പം ചേർന്നിരിക്കുന്ന തെറ്റായ നടപടിയാണ്. ഇതിനെതിരായി ശക്തിയായ പ്രതിഷേധം ഉണ്ടാവും. ഇതിനെതിരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം. 9 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കുണ്ട്. നിങ്ങളെല്ലാം അവരെ ചെന്ന് കാണണം. അവരുടെ കാലിലും കയ്യിലും അതുപോലെ തോളലിലും എല്ലാം പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പോലും അടിയേറ്റിട്ടുണ്ട്. നിലത്ത് വീണ കൗൺസിലർമാരെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഗുണ്ടകൾ, പല കോർപ്പറേഷൻ കൗൺസിലർമാർ, ഗുണ്ടകളായിട്ടുള്ള പല കോർപ്പറേഷൻ കൗൺസിലർമാരും പ്രതികരിച്ചത്. അത് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. LDF